നമസ്കാരം, എൻ്റെ പേര് ശശികുമാർ എന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോഗ്ടെയിലിൻ്റെയും ടോപ്പിനെൻ്റെയും അസംബ്ലിയാണ്. ഈ ഡെമോൺസ്ട്രേഷന് ശേഷം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡയമെൻഷൻസ് മാർക്ക് ചെയ്യാനും പാർട്ട് 1, 2, 3 എന്നിവയെ റിക്വയർഡ് സൈസിൽ ഫയൽ ചെയ്യാനും ശരിയായ ലൊക്കേഷനിൽ ഡ്രിൽ, റീം, ടാപ്പ് എന്നിവ ചെയ്യാനും റിക്വയർഡ് ഡെപ്തിൽ കൗണ്ടർ ബോർ ചെയ്യാനും പാർട്ട് 1, 2, 3 എന്നിവയെ ഡബിൾ പിന്നിനും ചീസ് ഹെഡ് സ്ക്രൂകളും വെച്ച് അസംബ്ലി ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ആവശ്യമായ ടൂൾസ്: വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ കാലിപ്പർ, ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്: ലാത്ത് മെഷീൻ, ആവശ്യമുള്ള മെറ്റീരിയൽസ്: റോ മെറ്റീരിയൽ, ഓയിൽ. ഈ ജോബ് ആരംഭിക്കുന്നതിന് മുൻപ് ഇനി പറയാൻ പോകുന്ന പ്രിലിമിനറി ചെക്കുകൾ ചെയ്യുക. ആദ്യം സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽസ് പരിശോധിക്കുക. ഓവറോൾ സൈസ് പാരലിസമും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്താനായി പാർട്ട് 1 ഫയൽ ചെയ്യുക. ഓവറോൾ സൈസ് പാരലിസമും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്താനായി പാർട്ട് 2 ഫയൽ ചെയ്യുക. ഓവറോൾ സൈസ് പാരലിസമും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്താനായി പാർട്ട് 3 ഫയൽ ചെയ്യുക. 3 പാർട്ടുകളും ഫയൽ ചെയ്തതിന് ശേഷം മാർക്കിങ്ങിന് വേണ്ടി എല്ലാ പാർട്ടുകളും പ്രിപ്പയർ ചെയ്യുക. ഡ്രോയിങ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 1 മാർക്ക് ഓഫ് ചെയ്യുക. ഡ്രോയിങ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 2 മാർക്ക് ഓഫ് ചെയ്യുക. ഡ്രോയിങ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 3 മാർക്ക് ഓഫ് ചെയ്യുക. വെർനിയർ ഉപയോഗിച്ച് മാർക്ക് ഓഫ് ചെയ്തതിന് ശേഷം അടുത്തതായി പഞ്ചിങ് ആണ് ചെയ്യേണ്ടത്. പാർട്ട് 1-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. പാർട്ട് 2-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. പാർട്ട് 3-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. എല്ലാ പാർട്ടുകളും ഫയൽ ചെയ്ത് റോ മെറ്റീരിയൽ പരിശോധിച്ചതിന് ശേഷം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുന്നത്. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എക്സസൈസ് തുടങ്ങാൻ പാടുള്ളൂ. 4 പീസുകളും ഒരുമിച്ച് സെറ്റ് ചെയ്ത് പാരലൽ ജോ ക്ലാമ്പ് ഉപയോഗിച്ച് അവയെ ക്ലാമ്പ് ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് സ്ക്വയർനെസ് പരിശോധിക്കുക. ഡ്രില്ലിംഗ് മെഷീൻ ടേബിളിലെ ക്ലാമ്പുകൾ ഉപയോഗിച്ച് 4 പീസുകളും ഒരുമിച്ച് ഹോൾഡ് ചെയ്യുക. പാർട്ട് 2-ലെ 2 പീസുകളിലും സെന്റർ ഡ്രിൽ ചെയ്യുക. ഡ്രിൽ ചെങ്കിൽ നിന്ന് സെന്റർ ഡ്രിൽ റിമൂവ് ചെയ്ത് ഡ്രില്ലിംഗ് മെഷീനിൽ 5.8 mm ഡ്രിൽ ഉറപ്പിച്ച് ഹോളിലൂടെ ഡ്രിൽ ചെയ്യുക. ജോബിന്റെ പൊസിഷൻ മാറ്റാതെ ഡ്രില്ലിന്റെ ഹോളിൽ 6 mm റീം ചെയ്യുക. റീംഡ് ഹോളിൽ 6 mm ഡവൽ പിൻ ഉറപ്പിക്കുക. അതുപോലെ ജോബ് ഡ്രോയിങ്ങിൽ കാണിച്ചതുപോലെ ഡ്രിൽ, റീം ചെയ്ത് 6 mm ഉള്ള മറ്റ് 3 ഡവൽ പിന്നുകളും ഉറപ്പിക്കുക. ഡ്രില്ലിംഗ് മെഷീൻ സ്പിൻഡിലിൽ 5 mm ഡ്രിൽ ഉറപ്പിച്ച് M6 ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യാനായി ചീസ് ഹെഡ് സ്ക്രൂസ് അസംബ്ലിയുടെ
പ്ലേസിലുള്ള ഹോളിലൂടെ ഡ്രിൽ ചെയ്യുക. ഡിസംബിൾ ചെയ്ത് എല്ലാ പാർട്ടുകളും സെപ്പറേറ്റ് ചെയ്യുക. ചീസ് ഹെഡ് സ്ക്രൂ ഫിക്സ് ചെയ്യാനായി പാർട്ട് 2-ൽ കൗണ്ടർ ബോർ ടൂളുകളും കൗണ്ടർ ബോറും റിക്വയർഡ് ഡെപ്തിൽ ഫിക്സ് ചെയ്യുക. ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്ത് ഹോൾ ടാപ്പ് ചെയ്യാനായി പാർട്ട് 1-ന്റെ 2 എൻഡിലും കൗണ്ടർ സിങ്ക് ടൂൾ ഉറപ്പിച്ച് ചാംഫർ ചെയ്യുക. പെഞ്ച് വൈസിൽ പാർട്ട് 1 ഹോൾഡ് ചെയ്ത് ചീസ് ഹെഡ് സ്ക്രൂസുകൾ ഫിക്സ് ചെയ്യാൻ M6 ഇന്റേണൽ ത്രെഡ് കട്ട് ചെയ്യുക. ബറുകളില്ലാതെ ത്രെഡുകൾ ക്ലീൻ ചെയ്യുക. എല്ലാ പാർട്ടുകളും ഫയൽ ചെയ്തതിന് ശേഷം എല്ലാ കോർണറുകളും ഡീബർ ചെയ്യുക. ജോബ് ഡ്രോയിംഗ് പ്രകാരം എല്ലാ പാർട്ടുകളും റിസംബിൾ ചെയ്ത് ഡോറ്റെയിൽ സ്ലോട്ടിൽ പാർട്ട് 3 സ്ലൈഡ് ചെയ്യുക. കുറച്ച് ഓയിൽ പുരട്ടിയതിനു ശേഷം ഇവാലുവേഷന് വേണ്ടി ജോബ് തയ്യാറാക്കുക. ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഡ്രില്ലും ബിറ്റും. നിങ്ങളുടെ പ്രോജക്റ്റിനായി ഈ 2 ടൂളുകളുടെ ഉചിതമായ പെയർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം അവയുടെ വലുപ്പങ്ങൾ നിങ്ങൾ നിർമ്മിക്കുന്ന ഹോളുകളുടെ വലുപ്പവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാധാരണയായി വലിയ പ്രോജക്റ്റുകൾക്ക് കോഡഡ് അല്ലെങ്കിൽ കോഡ്ലെസ് ഡ്രിൽ ഉപയോഗിക്കുമ്പോൾ ചെറിയ പ്രോജക്റ്റുകളിൽ ഡീറ്റെയിൽഡ് വർക്ക് ചെയ്യാനായി ഹാൻഡ് ഹെൽഡ് ഡ്രിൽഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഫിക്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഡ്രില്ലിനും ബിറ്റിനും പുറമെ അലൻ കീ സെറ്റ്, സ്ക്രൂ ഡ്രൈവർ പോലുള്ള ആക്സസറികളും വേണ്ടിവരും. നിങ്ങൾ തടി കൊണ്ടുള്ളതോ മെറ്റൽ കൊണ്ടുള്ളതോ ഡ്രില്ലിംഗ് ബിറ്റുകൾ ഉപയോഗിക്കുന്നെങ്കിൽ ഗ്രിഡ് സ്റ്റോണുകൾ ഉൾപ്പെടെയുള്ള ഷാർപ്പനിങ്ങുകൾ ഉപയോഗിച്ച് അതിന്റെ മൂർച്ച കൂട്ടാൻ കഴിയുമെന്ന് ഓർമ്മിക്കുക. ഇനി എങ്ങനെയാണ് പാർട്ടുകൾ അസംബിൾ ചെയ്യാനായി ഡ്രില്ലിംഗ് പൊസിഷനിങ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലാമ്പുകൾ ഉപയോഗിച്ച് അസംബ്ലിംഗ് ചെയ്യുക. പാരലൽ ബ്ലോക്കുകൾ ഉപയോഗിച്ച് പാർട്ടുകളെല്ലാം ക്ലാമ്പ് ചെയ്യുക. ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് അസംബ്ലിയുടെ സ്ക്വയർനെസ് പരിശോധിക്കുക. നിലവിലുള്ള സെറ്റിംഗ് മാറ്റാതെ ഡ്രില്ലിംഗ് മെഷീൻ ടേബിളിൽ അസംബ്ലി ഹോൾഡ് ചെയ്യുക. ഇനി ഇതുവരെ പഠിച്ചു വന്നു വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡയമെൻഷൻ മാർക്ക് ചെയ്യാം. 1, 2, 3 എന്നിവ റിക്വയർഡ് സൈസ് ഫൈൻ ചെയ്യാൻ, ശരിയായ ലൊക്കേഷനിൽ ഡ്രിൽ, റീൽ, ടാപ്പ് എന്നിവ ചെയ്യാൻ, റിക്വയർഡ് ഡെപ്തിൽ കൗണ്ടർ ബോർ ചെയ്യാൻ, പാർട്ട് 1, 2, 3 എന്നിവ ഡബിൾ പിന്നും ചീസ് ഹെഡ് സ്ക്രൂകളും വെച്ച് അസംബ്ലി ചെയ്യാൻ നമ്മൾ മനസ്സിലായി. അങ്ങനെ എങ്ങനെയാണ് ഡബിൾ ടെയിലിന്റെയും ഡബിൾ പെന്നിന്റെയും അസംബ്ലി ചെയ്യുമെന്ന് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ഇൻസ്ട്രക്ടറിന്റെ സഹായത്തിന്റെ കൂടെ ഈ എക്സസൈസ് പരിശീലിക്കുക.